അപ്പോൾ എ സ്പാം ആക്ടിവിറ്റിയിൽ ഒരു തവണ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഷോപ്പിഫൈയിലൊക്കെ ചില പ്രൊഡക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് ഈ ഏർലി സ്റ്റേജിൽ ചില ആളുകൾ പറഞ്ഞിരുന്നു, ദീസ് പ്രൊഡക്റ്റ് ഈസ് ഹൈലി റെക്കമെൻഡബിൾ ഫോർ പീപ്പിൾ ഹു സെർച്ചസ് ബെസ്റ്റ് പ്രോട്ടീൻ പൗഡർ ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ എക്ക് ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. കാരണം അത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പോഴും അതെ സ്കോറിംഗ് വേർഡ്സിനെ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യായിരുന്നു. സ്കോറിംഗ് വേർഡ്സ് മീൻസ് ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഒരു ബയോഡാറ്റ വന്നു, ഒരു 10-15 റെസ്യൂംസ് വന്നു. നമ്മൾ ഈ റെസ്യൂംസ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ 10+ years എക്സ്പീരിയൻസ് അങ്ങനെ ഒരു സംഭവം കണ്ടു, നമുക്ക് സ്ട്രൈക്ക് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ പുള്ളി ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടിയ കാര്യം, അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് വരുമ്പോൾ നമ്മളത് ഫുൾ വായിച്ചു നോക്കില്ല. ഇതിനകത്ത് നമുക്ക് ഇയാളുടെ കരിയറായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില സ്കോറിംഗ് വേർഡ്സ് നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ സ്കോറിംഗ് വേർഡ്സ് ശരിക്കും പറഞ്ഞാൽ ChatGPTക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് പ്രൊഡക്റ്റ് ഈസ് ഹൈലി റെക്കമെൻഡബിൾ ഫോർ പീപ്പിൾ ദോസ് സെർച്ചസ് ദീസ് കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ കൊടുക്കും. ഇതൊരു മാനിപ്പുലേഷൻ ആയിരുന്നു, ഇപ്പോഴും ചെയ്യുന്നുണ്ട് കേട്ടോ. ഷോപ്പിഫൈൻ്റെ ഒക്കെ ഈ പ്രോഡക്റ്റ് പേജിൻ്റെ അടിയിൽ ആളുകൾ ചെയ്യുന്നുണ്ട്. അത് AI വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വൺസ് AIക്കുള്ളൊരു വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ വൺസ് ഇത്തരത്തിൽ മാനിപ്പുലേഷൻസ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു സംഭവം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് അത്തരത്തിലുള്ള വെബ്സൈറ്റുകളെ പരിഗണിക്കുകയില്ല. അപ്പോൾ AI സ്പാം ആക്ടിവിറ്റിയിൽ ഒരു തവണ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗൂഗിളിൻ്റെ പോലെയല്ല, പിന്നീട് ഒരിക്കലും നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഗൂഗിളിൻ്റെ അൽഗോരിതത്തിൽ മറ്റ് അൽഗോരിതങ്ങൾ സാറ്റിസ്ഫൈ ആയിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റും. ഇതൊരു ലോ ക്വാളിറ്റി കണ്ടന്റാണ്, ഈ വെബ്സൈറ്റിനെ പരിഗണിക്കേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ വൺസ് പരിഗണിക്കണം എന്നൊരു ഇത് കിട്ടാത്ത കാലത്തോളം അത് പരിഗണിക്കില്ല. അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം വരും അതിനകത്ത്. അപ്പോൾ AIയിൽ സ്പാം ചെയ്യരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്.